السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون من كل باب. ബഹുമാന്യരായ നേതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, ഒരു മനുഷ്യൻ്റെ ജനനവും അവൻ്റെ വളർച്ചയും അവൻ്റെ സംസ്കാരവും അവൻ്റെ ആഘോഷങ്ങളും അവനിൽ ഊട്ടപ്പെടുന്ന ദയ, കരുണ, മാനവികത തുടങ്ങിയ വികാരങ്ങളും അവൻ്റെ ഭക്ഷണം കഴിക്കലും വസ്ത്രം ധരിക്കലും ദാമ്പത്യ ബന്ധം തുടരലുമൊക്കെ കുടുംബം എന്ന സ്ഥാപനത്തിലാണ്. കുടുംബം എന്ന സ്ഥാപനമാണ് മനുഷ്യൻ്റെ മാനവികതയുടെ ഈറ്റില്ലവും പോറ്റില്ലവുമായി മാറുന്നത്. പക്ഷേ കാലത്തിൻ്റെ ഒഴുക്കിൽ വ്യാവസായിക വിപ്ലവവും അതിനോടനുബന്ധമായി വന്ന സാമൂഹിക ചുറ്റുപാടിൽ സാമ്രാജ്യത്വ അധിനിവേശവും അതുപോലുള്ള പുതിയ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് ജീവിതത്തിൽ സംസ്കാരങ്ങൾക്ക് പരിക്ക് പറ്റിയ പോലെ തന്നെ ഏറ്റവും വലിയ പരിക്ക് പറ്റിയത് കുടുംബം എന്ന സ്ഥാപനത്തിനാണ്. കുടുംബം എന്ന സ്ഥാപനത്തിന് പരിക്ക് പറ്റിയപ്പോഴാണ് മാതാപിതാക്കൾ മക്കൾക്ക് ഭാരമായി മാറുകയും മക്കൾ മാതാപിതാക്കൾക്ക് ശല്യമായി തീരുകയും ദാമ്പത്യ ജീവിതം മുൾക്കിരീടമായതുകൊണ്ട് വിവാഹം വേണ്ടെന്ന് വെക്കുകയോ വിവാഹത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി കോടതി വരാന്തയിൽ കഴിഞ്ഞുകൂടുകയോ ചെയ്യേണ്ടി വരുന്ന ദുസ്സഹമായ അവസ്ഥകൾ നാം അനുഭവിക്കും. ഇന്ന് കുടുംബം എന്നുള്ളതിൽ ഏറ്റവും മഹത്വമായി നിൽക്കുന്ന മാതൃത്വവും കമ്പോളത്തിലെ വിപണിയായി മാറി. ഇന്ന് വ്യക്തികൾ ഉപഭോക്താവും കുടുംബം വിപണിയുമായി മാറിയപ്പോൾ മാതൃത്വം ഏറ്റവും വലിയ കച്ചവടച്ചരക്കായി മാറിയ ഒരു കാലഘട്ടമാണ്. കേരളത്തിൽ മാത്രം കോടികളുടെ വരുമാനമുള്ള മേഖലയാണ് പ്രജനന ടൂറിസം അഥവാ ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കൽ. കേരളത്തിൽ 400ഓളം സ്ത്രീകൾ വാടകയ്ക്ക് ഗർഭപാത്രം തയ്യാറാണെന്ന് പറഞ്ഞ് ലൈനിൽ തുടരുകയാണ് എന്നാണ് പുതിയ പഠനങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് ലോകത്ത് പ്രസവം കഴിഞ്ഞതിന് ശേഷം ആ മക്കൾക്ക് മാതാവിനെ കാണാനോ മാതാവിന് മക്കളെ കാണാനോ അവകാശമില്ലാതെ കോഴിക്കുഞ്ഞുങ്ങളെ വിരിച്ചെടുക്കുന്ന പോലുള്ള സാമ്രാജ്യത്വം നമ്മിൽ നൽകിയ കുടുംബത്തിൻ്റെ ശൈഥല്യം പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ നാട് വിട്ടുപോയി വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ രാത്രി മാതാവ് തനിക്ക് വേണ്ടി ബാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിൽ ഭക്ഷണം കണ്ടപ്പോൾ ബഷീർ ചോദിക്കുന്നുണ്ട് മാതാവിനോട്, ഞാൻ ഇന്ന് വരും എന്ന് ഉമ്മ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്ന്. അതിന് ഉമ്മ പറഞ്ഞ മറുപടി, മോനെ നീ പോയി 10 വർഷമായല്ലോ, അന്ന് മുതൽ ഇന്ന് വരെ ഓരോ നേരത്തും നിനക്ക് വേണ്ടുന്ന വിഹിതം ആഹാരത്തിന്റെ ഭാഗം ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ്. അത് പഴങ്കഥയാകുന്ന മാതൃത്വമായി മാറുകയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, യമനിലുള്ള ഉവൈസ് അൽ കർണി എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ ഉമറെ നീ കാണുകയാണെങ്കിൽ നീ അദ്ദേഹത്തോട് പറയണം, പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടണമെന്ന് പറയുന്ന രംഗം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുന്നുണ്ട്. പലപ്പോഴും കാണുമ്പോഴൊക്കെ യമനിൽ വരുന്ന സംഘങ്ങളെ കാണുമ്പോഴൊക്കെ ഉമർലാൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഫീക്കും ഉവൈസ്, നിങ്ങളുടെ കൂട്ടത്തിൽ ഉവൈസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരുണ്ടോ? അപ്പോഴ് അവസാനം കണ്ടുമുട്ടിയപ്പോൾ ഉമർലാൻ ചോദിക്കുന്നുണ്ട്, മിൻ കറനി ഗോത്രക്കാരനായ ഉവൈസ് ആണോ? പോരാ, ശരീരത്തിൽ വെള്ളപ്പാണ്ട് ഉണ്ടായിട്ട് അത് മാറിയിട്ടൊരു നാണയത്തിന്റെ വട്ടത്തിൽ രോഗം മാറാതെ ബാക്കി നിൽക്കുന്ന ഉവൈസ് തന്നെയാണോ? അങ്ങനെ ഉറപ്പ് വരുത്തിയതിന് ശേഷം ഉമർ എന്ന് പറയുന്നത്, സഹോദര, നിങ്ങളെ കണ്ടുമുട്ടിയാൽ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അപേക്ഷ നൽകാൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തായിരുന്നു നിങ്ങൾക്ക് ഇത്രയും? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉവൈസിനെ കണ്ടിട്ടില്ല, ഉവൈസ് റസൂലിനെയും കണ്ടിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ പറയുന്നത്, അവസാനം അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പ്രായാധിക്യത്താൽ തളർന്ന മാതാപിതാക്കൾക്ക് മാതാവിന് അദ്ദേഹം ചെയ്ത ഹൃദ്യമായ സേവനങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ആ മനുഷ്യന്റെ മഹത്വം ചരിത്രത്തിൽ ഇടം തേടുന്നത്. ഇന്ന് അത്തരത്തിലുള്ള മധുരതരമായ അവസ്ഥകൾ ഇല്ലാതായി എന്ന് മാത്രമല്ല, മലയാളത്തിലെ കുടുംബ ജീവിതത്തെ വാക്കുകൾ കൊണ്ട് വരച്ചു വെച്ച കവി സൂചിപ്പിക്കുന്നത്, പൊട്ടിയ താലി ചരടുകൾ കാണാം, പൊട്ടാമദ്യ കുപ്പികൾ കാണാം, പലിശപ്പട്ടിണി പടി കയറുമ്പോൾ പിന്നിലമാവിൽ കയറുകൾ കാണാം. കേരളത്തിലെ ഗൃഹാന്തരീക്ഷം എത്തിപ്പെട്ടത് എന്താണ് എന്ന് ഇപ്പോൾ വാക്കുകൾ കൊണ്ട് കവി വരച്ചത് വിശദീകരിക്കേണ്ടതില്ല. പണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പണ്ട് മലയാളക്കരയിൽ ഒരു മാതാവ് കുഞ്ഞിനെ വിൽക്കുന്നതിനെ കുറിച്ച് ആലോചനയില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. നൊന്ത് പ്രസവിച്ച ഒരു മാതാവ് കുഞ്ഞിനെ വിൽക്കുക എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലെ ആ സാഹചര്യത്തിലെ ഒരാൾക്കും ഭാവനയിൽ പോലും കാണാൻ കഴിയാത്ത കാലത്ത് മലയാളത്തിലെ കവി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു, 4 അണക്കൊരു പിഞ്ചു കുഞ്ഞിനെ നാണിവിറ്റതാണ് ഇന്നലെ, 6 അണക്കിന് നിന്റെ കുഞ്ഞിനെ ആരു വാങ്ങും ഈ ചന്തയിൽ. അന്ന് അതൊരു അത്ഭുതകരമായിരുന്നു. കവികൾ സമൂഹത്തിന്റെ മുമ്പിൽ നടക്കുമെന്ന് തോന്നിയപ്പോൾ ഇപ്പൊ കുഞ്ഞുങ്ങളെ വിൽക്കുകയും അമ്മത്തൊട്ടിൽ നിക്ഷേപിക്കുകയും അതിനും കഴിയില്ല എങ്കിൽ ക്ലോസറ്റുകളിലേക്ക് ചവിട്ടിത്താഴ്ത്തുകയും ചെയ്യുന്ന ദാരുണമായ രംഗങ്ങൾക്ക് കേരളീയ ജീവിത പരിസരം നമുക്ക് പാഠം നൽകുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ആലോചിക്കേണ്ടത്, എന്താണ് ഈ പ്രശ്നം ഈ രൂപത്തിൽ ആയിത്തീരുന്നത്? സംഘർഷഭരിതമായ കുടുംബ ജീവിതം ആളുകൾക്കുണ്ടായിത്തീരുന്നതും ജീവിതത്തിൽ മനുഷ്യരൊക്കെ ടെൻഷനാണ്. മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ശാന്തി നൽകാൻ വിശുദ്ധ ഖുർആൻ പടച്ച റബ്ബ് നമ്മോട് പറഞ്ഞത്, മനുഷ്യന് സമാധാനത്തിന് 2 വഴികളാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. ഒന്ന്, വക്രതയില്ലാത്ത വളവില്ലാത്ത ഋജുവായ തൗഹീദാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. രണ്ടാമത് പടച്ച റബ്ബ് നമ്മോട് പറയുന്നത് കുടുംബ ജീവിതമാണ്. ലിതസ്കുനു ഇലൈഹ, അതിലൂടെ നിങ്ങൾക്ക് ശാന്തതയുണ്ടാകുമെന്നും മനുഷ്യനെ പടച്ച റബ്ബ് മനുഷ്യന് ശാന്തിക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി നിർവഹിച്ചിരിക്കുന്ന സംവിധാനങ്ങളാണ് കുടുംബം എന്ന സ്ഥാപനം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ കുടുംബത്തിൽ നിന്ന് കേൾക്കുന്നത് ശൈഥല്യങ്ങളുടെയും പൊട്ടലിന്റെയും ചീറ്റലിന്റെയും സംഘർഷങ്ങളുടെയും അവസ്ഥയാണ്. അകന്നു നിൽക്കുന്ന കൂട്ടുകാരോട് ചാറ്റ് ചെയ്യുന്ന മക്കൾ വീട്ടിൽ ചീറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളിൽ കുടുംബം മനംനൊന്ത് കഴിയുകയാണ്. ഈ മനംനൊന്ത് കഴിയുന്നിടത്ത് എന്താണ് പരിഹാരം എന്ന ആളുകൾ ആലോചിക്കുകയാണ്. നമ്മളും ആലോചിക്കുന്നതാണ്. പ്രശ്നങ്ങളില്ലാത്ത, സംഘർഷങ്ങളില്ലാത്ത, സമാധാനം നൽകുന്ന, ശാന്തി നൽകുന്ന ഒരു കുടുംബം പണിയാൻ എന്തു വേണമെന്ന് ഇസ്ലാമിന്റെ ചരിത്രം നമുക്കത് പാഠം നൽകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുത്ത സഹാബത്ത് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് അവളുടെ ഭർത്താവ് ഇസ്ലാമിനോട് താല്പര്യമില്ലാതെ എവിടെയോ പോയി തൊലയുന്നത്. അവസാനം ജീവിതത്തിൽ മകനെ നബിയുടെ അടുത്ത് കൊണ്ടുപോയി ഇസ്ലാമിന്റെ സംസ്കാരങ്ങളും സംസ്കൃതികളും പഠിക്കാൻ വേണ്ടി കൊണ്ടുവന്നാക്കിയ ഉമ്മു സുലൈം സൗന്ദര്യവും യുവത്വവും വിട്ടുമാറിയിട്ടില്ലാത്ത പ്രായമാണ്. മദീനയിലെ സമ്പന്നനായ അബൂ തൽഹ വിവാഹം അന്വേഷിക്കാൻ ചെല്ലുന്ന സമയത്ത്
ഏതൊരു പെണ്ണും അബൂതലിയുടെ വിവാഹാന്വേഷണം നിരസിച്ചു കളയുന്ന അവസ്ഥയല്ല. തന്റെ വീട്ടിലേക്കും തന്റെ തറവാട്ടിലേക്കും അബൂതലിനെ പോലുള്ള ആളുകൾ കയറി വരുന്നത് അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും വളരെ മുഹൂർത്തമായി, സുന്ദരമായ മുഹൂർത്തങ്ങളായി കാണുന്ന കാലം. പക്ഷേ അബൂതല ഉമ്മു സുലൈമിന്റെ വിവാഹം അന്വേഷിക്കുമ്പോൾ ഉമ്മു സുലൈം പറയുന്നൊരു വാചകമുണ്ട്, അൻത റജുലുൻ മുശ്രിക്കുൻ വനംറഅത്തുൻ മുഅ്മിനത്തുൻ. മുസ്ലിം ചെറുപ്പക്കാർ കാണാതെ പഠിക്കേണ്ട വാചകമാണത്. ചെറുപ്പക്കാരികളുടെ മനസ്സിൽ താലോലിക്കേണ്ടുന്ന വാചകമാണത്. വിവാഹരംഗത്തേക്ക് കടന്നു ആഗ്രഹിക്കുന്ന സമയത്ത് പറയുന്ന വാക്ക് അൻത റജുലുൻ മുശ്രിക്കുൻ, നീ മുശ്രിക്കായ ഒരു മനുഷ്യനാണ്. അനംറഅത്തുൻ മുഅ്മിനത്തുൻ, ഞാൻ മുഅ്മിനത്തായ പെണ്ണാണ്. അതുകൊണ്ട് വിശ്വാസിയായ എനിക്ക് നിന്നെ വിവാഹം ചെയ്യാൻ പറ്റില്ല എന്ന് മുഖത്തടിച്ച പോലെ അബൂതലയോട് പറയുന്ന ഒരു വാക്കിൽ പെരുവിരല് കൊണ്ട്, കാലിലെ തള്ളവിരല് കൊണ്ട് മണലിൽ ചിത്രം വരച്ചുകൊണ്ട് പിന്തിരിയുന്ന അബൂതലയെ ചരിത്രം വിശദീകരിച്ചു തരുന്നു. പക്ഷേ അദ്ദേഹം തിരിഞ്ഞു പോകുമ്പോൾ ഉമ്മു സുലൈം പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ് ആ വാക്ക്? നിങ്ങളെ വിവാഹാഭ്യർത്ഥന നിരസിക്കുന്നില്ല. നിങ്ങൾ മുസ്ലിം ആയി കഴിഞ്ഞാൽ, ഇസ്ലാമിലേക്ക് നിങ്ങൾ കാലെടുത്തു വച്ചാൽ മഹർ പോലും നിങ്ങൾക്ക് നൽകേണ്ടതില്ല. ഞാൻ നിങ്ങളുടെ വധുവായി, ഭാര്യയായി രംഗത്ത് വരാൻ സന്നദ്ധരയാണ്. പിൽക്കാലത്ത് അബൂതൽഹ ഇസ്ലാം മതത്തിലേക്ക് വന്നത് ഈ ഒരു തുടക്കം കുറിക്കാനാണ്. പിൽക്കാലത്ത് മദീനയിലെ പെണ്ണുങ്ങൾ പറഞ്ഞു, അബൂതൽഹയെ പോലെ അല്ലെങ്കിൽ ഉമ്മു സുലൈമിന് കിട്ടിയ മഹറിനെ പോലെ ഒരു മഹർ വേറൊരാൾക്കും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മഹത്വമുള്ള സംഭവമായി ആളുകൾ വിലയിരുത്തുകയാണ്. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ ഒരു 45-ന്റെയും 50-ന്റെയും ഒക്കെ പരിസരത്ത് ജീവിക്കുന്ന ആളുകൾക്ക് പറയാൻ കഴിയുന്ന വിവാഹത്തിന്റെ സമ്പ്രദായമുണ്ട്. വാപ്പയും എളാപ്പയും അമ്മാവനും കാരണവന്മാരും കൂടി തീരുമാനിക്കുന്ന കല്യാണത്തിൽ വധൂവരന്മാർക്ക് വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല. അവരെ ആണ്ട് ഇഷ്ടപ്പെടുക എന്നുള്ള കടമ അതിൻ്റെയും മുമ്പ് 90-ന്റെയും 85-ന്റെയും ഒക്കെ പരിസരത്ത് നിൽക്കുന്ന ആളുകൾ കല്യാണം ഉറപ്പിക്കൽ തന്നെ കാരണവന്മാരായിരുന്നു. കല്യാണ പന്തലിലേക്ക് വധു എത്തുമ്പോഴാണ് ഇതാണ് എന്റെ മണവാട്ടി എന്ന് വരനറിയുന്ന ഒരു കാലമുണ്ടായിരുന്നു കേരളീയ മലബാറിലെ മുസ്ലിം ജീവിതത്തിന്. അതുപോയി പണ്ട് വാപ്പ ഉറപ്പിച്ചിരുന്നതും എളാപ്പ അംഗീകരിച്ചിരുന്നതും അമ്മാവന്മാർ സമ്മതിച്ചിരുന്നതുമായ വിവാഹങ്ങൾ മാറി. ഇന്ന് ഒരുമിച്ച് പഠിക്കുന്ന, ഒരേ സ്ഥാപനത്തിൽ പഠിക്കുന്ന, ഒരേ പ്രൊഫഷണൽ ജോലി ചെയ്യുന്ന ആളുകൾ തമ്മിലാണ് കല്യാണം നടക്കുന്നത്. എടാ വാടാ എന്ന് വിളിക്കുന്നവർ തമ്മിലും എടി പോടി എന്ന് വിളിക്കുന്നവർ തമ്മിലാണ് കല്യാണം നടക്കുന്നത്. കല്യാണത്തിന് മുമ്പേ അവർ മണിക്കൂറുകളോളം സംസാരിക്കുകയും മൊബൈൽ ഫോണിലൂടെ അവർ ആശയവിനിമയം നടത്തുകയും മണിക്കൂറുകളോളം നെറ്റിലൂടെ ചാറ്റ് ചെയ്യുകയും ചെയ്ത് മനസ്സ് തുറക്കുകയും എല്ലാം തുറക്കുകയും ചെയ്ത് അവസാനം സമൂഹത്തിന്റെ അംഗീകാരത്തിന് വേണ്ടി മാത്രം വിവാഹം നടത്തിയിട്ട് അങ്ങനെയെല്ലാം പറഞ്ഞ് അംഗീകരിച്ച് ഉറപ്പിച്ച വിവാഹങ്ങളാണ് മലയാളക്കരയിൽ പണ്ട് കാലത്തില്ലാത്ത വിവാഹങ്ങളെക്കാൾ കൂടുതൽ പൊട്ടലും ചീറ്റലും ഉണ്ടാകുന്നത്. എന്റെ പൊട്ടലും ചീറ്റലും ഉണ്ടാവാനുള്ള കാരണം ആദർശം എന്നുള്ളത് ഈ വിവാഹ രംഗത്തേക്ക് കടന്നു വന്നില്ല. അവരെ നോക്കുന്നത് സർട്ടിഫിക്കറ്റുകളും തമ്മിലാ കല്യാണം നടക്കുന്നത്, പ്രൊഫഷനും തമ്മിലാ കല്യാണം നടക്കുന്നത്, ജോലിയും തമ്മിലാ കല്യാണം നടക്കുന്നത്. പണ്ട് നമ്മുടെ നാട്ടിൽ നടന്ന് വൈക്കോലുണ്ടെയും തമ്മിലാ കല്യാണം നടന്നത്, പറമ്പും തമ്മിലാ കല്യാണം നടന്നത്. പക്ഷേ ഇത്രയൊന്നും സ്വാതന്ത്ര്യമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത കാലത്ത് ഒതുങ്ങിക്കൊടുത്തപ്പോൾ അതൊരു ഭദ്രമായ കുടുംബ സംവിധാനമായി നടന്നുപോയി. ഇന്ന് ആദർശം പരിഗണിക്കാത്ത അവസ്ഥകൾ വന്നപ്പോൾ, നന്ദി ആരോട് ഞാൻ ചെല്ലേണ്ടു എന്ന് സമൂഹത്തിന് തോന്നി തുടങ്ങിയപ്പോൾ കുടുംബങ്ങൾ ശിഥിലമായി എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം. മറിച്ച് എന്ത് വേണം, അതിനെന്ത് വേണം എന്ന് ചോദിച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ടത് വിവാഹത്തിന്റെ ലക്ഷ്യം എന്താണോ. കാരണം ആ ലക്ഷ്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ? ഒരു മനുഷ്യൻ ആണാവട്ടെ പെണ്ണാവട്ടെ ജീവിതത്തിൽ അവർ ഒരുപാട് മേഖലകൾ കൈകാര്യം ചെയ്യുന്നവരാ. ഏറ്റവും നല്ല ഡോക്ടർമാരുണ്ട്, ഏറ്റവും നല്ല എഞ്ചിനീയർമാരുണ്ട്, ഏറ്റവും നല്ല IT വിദഗ്ധന്മാരുണ്ട്. മുസ്ലിം സമൂഹത്തിൽ ഉന്നതമായ കീ പോസ്റ്റുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ചെറുപ്പത്തിലെ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഉത്തേജനമുണ്ട്. മോനെ, ഈ കാലത്ത് ജീവിക്കണമെങ്കിൽ ഇങ്ങനെ ചുരുങ്ങിയത് ഇങ്ങനെയെങ്കിലും ആയില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല. ഇത് പഴയ കാലമല്ല, വാപ്പ ജീവിച്ചു പോകുന്ന കാലമല്ല. ഇങ്ങനത്തെ ഒരു നേട്ടം നീ കയ്യിലൊതുക്കിയില്ല എങ്കിൽ ജീവിതം പ്രയാസകരമായി തീരും. പക്ഷേ ആലോചിക്കേണ്ട എന്താ? ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും നല്ല കലാകാരനാവാം,
ഏറ്റവും നല്ല സാഹിത്യകാരനാവാം, സാഹിത്യ നിരൂപകനാവാം, ജീവിതത്തിൽ ഉയർന്ന പോസ്റ്റുകൾ ജോലി ചെയ്യുന്നവനും അതുപോലെ തന്നെ എമ്പാടും കലാമൂല്യമുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവനും സംഘാടകനും സംഘടനാ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ളവർക്ക് ആയിരിക്കാം. അതിനേക്കാളൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ രംഗം എന്താ? അവരൊരു പിതാവ് എന്നുള്ള നിലക്ക് പാരന്റിംഗ് ആണ്. പിതാവ് എന്നുള്ള നിലക്ക് അവന്റെ ജൈവ പ്രക്രിയയിൽ അവൻ തന്റെ മക്കളോട് കാണിച്ച രംഗം എന്താണ്? മനഹല വാലിദുൻ വലദൻ, നബി തിരുമേനി പഠിപ്പിച്ചല്ലോ, ഒരു പിതാവും ഒരു മകന് സമ്മാനം കൊടുത്തിട്ടില്ല ഏതല്ലാതെ അഫ്ളല മിൻ അദബിൻ ഹസനിൻ, ഏറ്റവും നല്ല സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കുക എന്നല്ലാതെ. അവിടെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? എന്റെ മകനെ ഇന്നതാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അവനായി, പക്ഷേ അവൻ നല്ലൊരു മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് ഇമാമാക്കടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഞാന്, നമസ്കാരാനന്തരം കൈയുയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞാന്, എന്റെ മക്കളെ മുത്തഖീങ്ങളാവാൻ വേണ്ടി എന്ത് പ്രവർത്തനമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്? എന്താണ് അവരെ മുത്തഖീങ്ങളാവാൻ, സമൂഹത്തിന്റെ മുമ്പിൽ നടക്കാൻ, മാതൃകായോഗ്യരായ ജീവിതം നയിക്കുന്ന ആളുകളാക്കി മാറ്റാൻ എന്താണ് ഞാൻ ചെയ്തത്? നമുക്കൊക്കെ അറിയാം, പ്രവർത്തനങ്ങളില്ലാത്ത പ്രാർത്ഥന ഫലശൂന്യമാണ്. പടച്ചറബ് കബൂൽ ചെയ്യില്ല എന്ന് നമുക്കറിയാം. പക്ഷേ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന വ്യായാമമായി തീരുമ്പോൾ പ്രാർത്ഥനകളുടെ ആ ചൈതന്യമില്ലാത്ത ജീവിതത്തിന്റെ വരണ്ട ഭൂമികയിൽ നട്ടം തിരിയുന്ന അവസ്ഥകൾ അനുഭവിക്കുന്ന ദുരന്ത ഭൂമികയിലാ ഇപ്പൊ കുടുംബജീവിതം ജീവിച്ചു തീർക്കുന്നത്. അവിടെ നമ്മൾ ആലോചിക്കണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ, ഇപ്പൊ നമ്മളൊക്കെ കേരളീയ പരിസരത്തിൽ ആലോചിച്ചു നിങ്ങൾ, ഒരു മനുഷ്യൻ കല്യാണം ചെയ്ത് ഉടനെ തന്നെ 1-2 മാസം കഴിയുമ്പോഴേക്ക് ഭാര്യ ഗർഭിണിയായി എന്നറിഞ്ഞാൽ നമ്മുടെ കേരളീയ ആളുകളുടെ അവസ്ഥ എന്താ? ഇപ്പൊ തന്നെ വേണ്ടേന്നു. ആ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഇപ്പൊ കുടുങ്ങിയല്ലോ, ഒരു കൊല്ലൊക്കെ കഴിഞ്ഞിട്ട് മതിയെന്ന്, ഏതായാലും കുടുങ്ങിയില്ലേ, ഇനിയിപ്പോ അങ്ങനെ നിൽക്കട്ടെ. കാരണം ഒരുപാട് യാത്രകൾ മനസ്സിൽ ബാക്കിയുണ്ട്, ഒരുപാട് കാഴ്ചപ്പാടുകൾ ബാക്കിയുണ്ട്. ഇപ്പോൾ തന്നെ കുടുങ്ങിപ്പോയി കളയിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് സഹിക്കുകയാണ്. പറയില്ല ആളുകൾ. ചില ആളുകൾ ചിന്തിക്കുന്ന എന്താ? ഹോസ്പിറ്റൽ ബില്ലിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇനിയിപ്പോ 10 മാസം കഴിയുമ്പോഴേക്ക് അടച്ചു തീർക്കേണ്ട ബില്ലുകളെ കുറിച്ച് ആവലാതിപ്പെടുകയും വേവലാതിപ്പെടുകയും ചെയ്യുന്ന കുടുംബമാണ്. അവൻ സാമ്പത്തിക കാൽക്കുലേഷനാ. യൂറിൻ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആകുമ്പോഴേക്ക് അസ്വസ്ഥതയും ആശങ്കയും തുടങ്ങിയ പടച്ച റബ്ബ് നൽകിയ ജീവിതത്തിലെ ഒരു പരിവർത്തനത്തിന് നന്ദി കുറിക്കാൻ, റബ്ബിനോട് സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥകൾ പോലും ജീവിതത്തിൽ ഇല്ലാതായി പോകുന്നുവെങ്കിൽ അയാൾക്കെങ്ങനെയാണ് പിതൃത്വത്തിൽ അഭിമാനം കൊള്ളാൻ കഴിയുക? ആലോചിക്കാൻ നമ്മൾ അങ്ങനെയാണ്. ആ ഒരു തലമുറക്ക്, ആ ഒരു അവസ്ഥയിൽ, കാരണം ദീനല്ല നമ്മളെ നയിക്കുന്നത്. വിവാഹം കഴിഞ്ഞതിന്റെ ശേഷം, ഇസ്ലാമികമായ വിവാഹം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. എന്താണത്? വിവാഹത്തിലൂടെ ദമ്പതിമാര് ദാമ്പത്യം ആരംഭിക്കുന്നതിന് മുമ്പ് ഇസ്ലാമികമായ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലാഹുമ്മ ബാരിക് ലീ ഫീ അഹ്ലി, പടച്ച റബ്ബേ എന്റെ കുടുംബത്തിൽ നീ എനിക്ക് ബർക്കത്ത് ചെയ്യണമേ, എന്നെ കൊണ്ട് അവൾക്കും ബർക്കത്ത് ചെയ്യണമേ. കഴിയില്ല, ഇജ്മാ ബൈനനാ ഫീ ഖൈരിൻ, നല്ലൊരു തുടക്കം, നല്ല ഒരു രൂപത്തിൽ യോജിപ്പായിരിക്കണം പടച്ച റബ്ബേ ഇത് എന്ന് മൂർധാവിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദാമ്പത്യം ആരംഭിക്കാൻ പഠിപ്പിച്ച ദീനിൽ എത്ര ആളുകൾക്ക് ഈ പ്രാർത്ഥന കിട്ടിയിട്ടുണ്ട്? എത്ര ആളുകൾക്ക് ഈ പ്രാർത്ഥന അറിയാം? നമ്മുടെ നാട്ടിൽ സാധാരണ പ്രാർത്ഥിക്കുന്ന ആളുകൾ പോലും പ്രാർത്ഥിക്കാത്ത ദിവസമാണ് കല്യാണത്തിന്റെ ദിവസം. കാരണം അത് അടിപൊളിയുടെ ദിവസമാണ്. അത് ജീവിതത്തിലെ വല്ലാത്ത അവൻ കാണുന്ന മീഡിയയുടെയും അവൻ കണ്ട നോവൽ വായിച്ച നോവലിന്റെയും ഒക്കെ ഇതിവൃത്തമാണ്. അവിടെ ദീൻ കടന്നു വരുന്നുണ്ടോ? നമ്മുടെ നാട്ടിന്റെ പ്രശ്നം എന്താണെന്നറിയുന്നത്? മതം കൂടെ കൂടെ സമ്പ്രദായമായി മാറുകയാണ്. മതം സമ്പ്രദായമായി മാറുന്നത് ഏറെക്കുറെ ഇതര മതങ്ങളിലൊക്കെ മതം നിലനിൽക്കുന്നതിന് ഭാഗികമായ മതമാണ്. മരണസമയത്ത് മതമിടപെടും, ജനിക്കുന്ന സമയത്ത് മതമിടപെടും, വിവാഹ സമയത്ത് മതമിടപെടും, ആഘോഷങ്ങളിൽ മതമിടപെടും, ജീവിത വ്യവഹാരങ്ങളിൽ ദീനുകൾ ഇടപെടുന്നില്ല. ക്രയവിക്രയങ്ങളിലോ കച്ചവടത്തിലോ സാമ്പത്തിക ഇടപാടുകളിലോ ദീനുകൾ ഇടപെടുന്നില്ല. ദീൻ കേവലം ചില ചടങ്ങുകളിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഏറെക്കുറെ ഇപ്പോ മുസ്ലിം സമൂഹത്തിൽ ആ അവസ്ഥയിലേക്ക് പോകുന്നുവോ എന്ന് നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ജീവിതത്തിൽ നമസ്കാരത്തിൽ നിഷ്ഠയില്ലാത്ത ചെറുപ്പക്കാരൻ, കല്യാണത്തിന്റെ അന്നോ കല്യാണത്തിന്റെ തലേ ദിവസമോ നമസ്കരിക്കാത്ത
മൈലാഞ്ചിട്ട് ബ്യൂട്ടി പാർലറിൽ പോയി സുന്ദരിയായി നിൽക്കുന്ന പെൺകുട്ടി, അതുപോലെ തന്നെ കല്യാണ തിരക്കുകൾക്ക് ആഘോഷങ്ങൾ ഒപ്പിക്കാൻ പാടുപെടുന്ന ചെറുപ്പക്കാരൻ അന്ന് നമസ്കരിച്ചിട്ടില്ല. നമസ്കരിക്കാത്തതിൽ അവന് വിഷമമില്ല, ഒരു നമസ്കാരം നഷ്ടപ്പെട്ടു പോയി വേവലാതിയില്ല. പക്ഷേ അവന്റെ വിവാഹത്തിന് സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളെ കൊണ്ടൊന്ന് വിവാഹത്തിൽ ഖുത്ബ നടത്തിക്കും. അതെന്തിനാ? ഫമൻ തറക്കഹ ഫഖദ് കഫറ, നമസ്കരിക്കാത്തവൻ കാഫിറാണെന്ന് പഠിപ്പിച്ച ദീനിൽ നമസ്കരിക്കാത്ത ഒരു മനുഷ്യൻ എന്തിനാ നിക്കാഹ് നടത്തി കൊടുക്കുന്നത്? ആർഭാടത്തിന്റെയും ധൂർത്തിന്റെയും വിവാഹത്തിൽ മതപണ്ഡിതന്മാരുടെ പരമ്പരകളുടെ സാന്നിധ്യമുണ്ടാകും. അതിൽ ക്ഷണിക്കാതിരുന്നാൽ പണ്ഡിതന്മാർക്ക് തോന്നുന്ന എനിക്കെന്തോ പോരായ്മയുണ്ടെന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് മാറി. ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്ത ആളുകൾ പോലും 500-600 രൂപ ചെലവാക്കി കല്യാണക്കത്തുകൾ എടുപ്പിക്കുന്ന കാലഘട്ടമാണിത്. കാരണം എല്ലാം ഒരു പാക്കേജുകായി നടത്തി കൊടുക്കാൻ സംവിധാനമുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മെ നയിക്കുന്നത് ദീനാണോ എന്ന് നമ്മൾ ആലോചിക്കണം. കേരളക്കരയിലെ മുസ്ലിം പെണ്ണിനോട് നിങ്ങൾ നേർക്കുനേരെ ചോദിക്കും, പെണ്ണെ ഇസ്ലാമിൽ നിന്റെ വേഷം എന്താണ്? ആ പെണ്ണ് നിങ്ങൾ നേർക്കുനേരെ പറയും, ഇസ്ലാമിലെ വേഷം മുഖവും മുൻകൈ ഒഴിച്ച് ബാക്കി ഭാഗങ്ങൾ മറക്കണം. എന്നിട്ട് എന്താ പെണ്ണെ നീ മറക്കാത്തതെന്ന് ചോദിച്ചാൽ അവൾ പറയും, അത് പിന്നെ ഒരിക്കൽ ചിരിയ. എന്താ മറക്കാത്തത്? ശീലമായിട്ടില്ല, അത് ശീലിച്ചു പോന്നിട്ടില്ല, സംസ്കാരമായി രൂപപ്പെട്ടില്ല. പക്ഷേ കേരളത്തിലെ മുസ്ലിം പെണ്ണ് മരിച്ചാൽ ഇസ്ലാമിന്റെ സംസ്കാരത്തോടുകൂടിയല്ലാതെ വേഷവിധാനത്തോടുകൂടി നമ്മൾ മയ്യത്ത് മറമാടിയിട്ടുണ്ടാകുമോ? ജീവിച്ചിരിക്കുമ്പോൾ ഇസ്ലാമിന്റെ വേഷത്തെ കളിയാക്കിയൊരു പെണ്ണ്, ജീവിച്ചിരിക്കുമ്പോൾ ഇസ്ലാമിക വേഷത്തെ പുച്ഛിച്ചൊരു പെണ്ണ്, ആ പെണ്ണ് മുസ്ലിം നാമധാരിയായ പെണ്ണാണെങ്കിൽ ആ പെണ്ണ് മരിച്ചാലും ഇസ്ലാമിന്റെ ഒരു തരിമ്പും ശരീരം പുറത്തു കാണാതെ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ട് ആ മയ്യത്ത് മറമാടുക. എന്തുകൊണ്ടാ? നമ്മൾ പറയും അതൊന്നും ഇപ്പൊ നമ്മൾ നോക്കണ്ട, അത് ഫർള് കിഫയല്ലേ, നമ്മളതാണ് ചെയ്തു കൊടുക്കുക. അങ്ങനെ മതം ഏതാണ്ട് ഏർപ്പാടുകൾ ഒതുങ്ങുമ്പോൾ ജീവിത വ്യവഹാരങ്ങളിൽ മതം ഇടപെടാതെ പോകുന്നു. ആ ഇടപെടാതെ പോകുമ്പോഴാണ് ആളുകൾക്കൊരു മോഡലില്ലാതായി തീരുകയാണ്. വാപ്പയെ മക്കൾക്ക് വിശ്വാസമില്ല. പ്രായപൂർത്തിയായ മകളെ വാപ്പയുടെ അടുത്ത് നിർത്തിപ്പോകാൻ ഭാര്യയ്ക്ക് വിശ്വാസമില്ല. ഭാര്യ വീട്ടിലേക്ക് 2 ദിവസം പോയി താമസിക്കാൻ പോകാൻ മകൾ പാചകമുണ്ടാക്കാനൊക്കെ സൗകര്യമായവളാണ്, പ്രായം പക്വതയെത്തിയവളാണ് എന്ന നിലക്ക് നിർത്തിപ്പോ. കാരണം വാപ്പയും ആണാണല്ലോ എന്ന വപ്പാണ്. ഇവിടെയാണ് നമ്മൾ ആലോചിച്ചു പോകുന്നത്. ദീൻ മനുഷ്യന്റെ അകത്തലങ്ങളിലേക്ക് വെളിച്ചം വീശാതെ സമൂഹത്തിലേക്ക് വെളിച്ചമുണ്ടാക്കാൻ കഴിയില്ല. പണ്ട് ലോകം മുഴുവൻ ഇരുട്ടിലായ സമയത്ത് മുസ്ലിങ്ങൾ ലോകത്തിന് വെളിച്ചം നൽകിയത് അവരുടെ ജീവിതത്തിൽ ആദർശത്തിന്റെ മേന്മയായിരുന്നു. ആ ആദർശമാണ് നമുക്ക് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ദീൻ പഠിക്കാൻ വേണ്ടി വന്നൊരു പെണ്ണ്, ആ ദീൻ പഠിച്ച് തിരിച്ചു പോകുമ്പോൾ റസൂലുള്ളാഹി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കൈഫ അൻതി ലഹു, പെണ്ണെ നീയും നിന്റെ ഭർത്താവുമായുള്ള ബന്ധം എന്താണ്? ലഅലുഹു ഇല്ലാ മാ അജസ്തു അൻഹു. ആ പെണ്ണ് പറയുന്ന മറുപടി ഉണ്ട്, എന്റെ എല്ലാ ഒരു ഭാര്യ എന്നുള്ള കടപ്പാടുകൾ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് പ്രവാചകരെ, ഇല്ലാ മാ അജസ്തു അൻഹു, ഞാൻ എന്നെ കൊണ്ട് അശക്തമായതൊഴികെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പെണ്ണ് വന്ന് നബിയോട് ചോദിച്ചത് ആ ചോദ്യം. എന്താ ചോദ്യം? നബിയെ, ആണുങ്ങൾക്ക് യുദ്ധത്തിന് പോയി മരിച്ചാൽ ഷഹീദിന്റെ പരിവേഷം കിട്ടും, ജയിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മരിച്ചാൽ ഷഹീദായി തീരും, ജയിച്ചാൽ പണമുണ്ടാകും, രണ്ടും അവർക്ക് നേട്ടമാണ്. ഞങ്ങൾക്ക് എന്താണുള്ളതെന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പെണ്ണെ നീ ഈ ചോദ്യം നിന്റെ ചോദിച്ച നിവേദക ആളുകളൊക്കെ ഉണ്ടല്ലോ, ആ സംഘം, അവരോട് ആ നീ കണ്ടുമുട്ടുന്ന മുഴുവൻ പെണ്ണുങ്ങളെ നീ അറിയിക്കണം, നീ ഭർത്താവിനെ അംഗീകരിച്ചും വഴിപ്പെട്ടും ജീവിക്കുന്നുവെങ്കിൽ അതിന് തുല്യമായ പ്രതിഫലം നിങ്ങൾക്കുണ്ട് എന്ന് കുടുംബത്തിന്റെ വ്യവസ്ഥയെക്കുറിച്ച് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. അത്തരം അവസ്ഥകൾ മാറിപ്പോയപ്പോൾ ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കുടുംബജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന മാഗസിനുകളിലും മീഡിയകളിലും ഒക്കെ കഷ്ടപ്പെടുന്ന വനിതകളെ കുറിച്ചുള്ള ചർച്ചയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഹദീസുകൾ വിശദീകരിക്കുന്നുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിലെ ജോലി ചെയ്യാറുണ്ടായിരുന്നു. മുറ്റം അടിച്ചു വാരുകയും മാവ് കുഴച്ചു കൊടുക്കുകയും അടുക്കളയിൽ ഭാര്യയെ സഹായിക്കുകയും ചെയ്തിരുന്നു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വസ്ത്രങ്ങൾ മുഴുവൻ കഴുകിയ നബിയായിരുന്നു. നബിയുടെ ഭാര്യമാരെ കൊണ്ടല്ല കഴുകിപ്പിച്ചിരുന്നത്.
വേണമെങ്കിൽ നബിക്ക് ഭാര്യമാരെ മാറ്റി മാറ്റി കഴിപ്പിക്കാമായിരുന്നു. അത്രയും സേവന സന്നദ്ധരായ നബിയുടെ ജീവിതത്തിന്റെ പിന്മുറക്കാർ ജീവിതത്തിന്റെ ദീനീവൽക്കരണങ്ങൾ ഇല്ലാതാവുകയും പല ജാടുകൾ കയറി വരികയും ചെയ്തപ്പോൾ ജീവിതം ദുസ്സഹമായി തീരുകയാണ്. അങ്ങനെ ദുസ്സഹമായി തീരുമ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ടായിത്തീരുന്ന എന്താ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യൻ, ഒരു നാട്ടിലൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഒരു നിലവാരമുള്ള ഒരു ഹോട്ടലിൽ കയറിയാൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ 15-20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓർഡർ കൊടുത്ത സാധനങ്ങളൊക്കെ റെഡിയാക്കി നമ്മളെ മുമ്പിൽ എത്തിച്ചു തരാൻ ഒരു പ്ലേറ്റും ഗ്ലാസും അവിടെ കൊണ്ടേ വെച്ചതിന് ശേഷം 15 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഒരാൾക്കും പ്രശ്നമില്ല, ഒരാൾക്കതിൽ പരാതിയില്ല. കാരണം VIP ആവണമെങ്കിൽ അങ്ങനെ വെയിറ്റ് ചെയ്തേ പറ്റൂ. പക്ഷേ സ്വന്തം വീട്ടിലോ ഈ ജോലികളൊക്കെ ചെയ്യുന്ന ഭാര്യ, വീട്ടിലെല്ലാ ഉത്തരവാദിത്തങ്ങളും നടപ്പാക്കുന്ന ഭാര്യ, ഞാൻ വീട്ടിൽ ഭക്ഷണത്തിൽ ചെന്നിട്ട് ഒരു 5 മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ ക്ഷമിക്കാൻ കഴിയുമോ നമുക്ക്? എന്തേ കഴിയാത്തത്? നമുക്ക് സേവനം ചെയ്യാൻ വേണ്ടി നൂറുകണക്കിന് സ്റ്റാഫുകളിൽ ഒരു റെസ്റ്റോറന്റിൽ 15-20 മിനിറ്റ് ക്ഷമാപൂർവം കാത്തിരിക്കുന്ന ആളുകൾക്ക് സ്വന്തം വീട്ടിൽ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇതൊക്കെ ഒരു അഭിനയമാണ് ഇപ്പോൾ നാട്ടിലുള്ളത്. അവിടെ അഭിനയങ്ങൾക്കപ്പുറത്ത് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വെളിച്ചം വീശേണ്ടതുണ്ട്. അങ്ങനെ വീശുമ്പോ കുടുംബം അഭിനയങ്ങളില്ല, നാട്യങ്ങളില്ലാത്ത ഉള്ളു തുറന്ന ജീവിതമുണ്ടായിത്തീരും. ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുത്തേക്ക് ഒരാൾ ചെന്ന് പറഞ്ഞു, ഭർത്താവ് ഭയങ്കര മർദ്ദനമാണ്, പ്രശ്നമാണ്, എന്താണ് ചെയ്യേണ്ടത്? ഭർത്താവ് ഇങ്ങനെ കൗൺസിൽ ചെയ്തതിന് ശേഷം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യാം, ഭർത്താവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉപ്പ് വെള്ളം, ഈ ചൂടുള്ള വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് 1 മണിക്കൂർ വായിലിങ്ങനെ അതിങ്ങനെ പിടിച്ചു നിൽക്കുക. കവിൾ കൊല്ലുക എന്നർത്ഥം. 1 മണിക്കൂറോളം ചൂടുവെള്ളം ഇങ്ങനെ വായിൽ കവിഴ്ത്തി പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ. അപ്പൊ എന്താ വെച്ചാൽ 1 മണിക്കൂർ ഇങ്ങനെ കടിച്ചു പിടിച്ചു കഴിഞ്ഞ് പിന്നെ ആ പെണ്ണ് ചെന്ന് പറഞ്ഞു ഇപ്പൊ ഒരു പ്രശ്നമില്ല. എന്തേ? 1 മണിക്കൂർ കഴിയുമ്പോഴേക്ക് പിന്നെ സംസാരം നടക്കുന്നില്ലല്ലോ. അവിടെ ഈ സംഘർഷ ഭൂമിയായി തീർന്ന് ഇയാൾ പറയുന്ന ഒന്ന് പറഞ്ഞാൽ 2 ആ പെണ്ണ് പറയും. അവിടെ പിന്നെ പ്രശ്നം കോൽക്കളി നടക്കും, പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരും. എന്റെ ദൗത്യം എന്താണ്, ഞാൻ ആരാൻ, ആ തിരിച്ചറിവ്, എന്റെ ജീവിതത്തിന്റെ നിയോഗം എന്താണ്, ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അറിയണം. ആ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അറിയുമ്പോഴാ മക്കൾ വീട്ടിൽ അന്യരിൽ നിന്ന് മക്കൾക്ക് തോന്നണം. ഭാര്യയെ ഞാൻ അറിഞ്ഞില്ല എന്ന് ഭർത്താവിന് തോന്നാമോ? ഭർത്താവ് എന്നെ അറിഞ്ഞില്ല എന്ന് ഭാര്യയ്ക്ക് തോന്നാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ സ്വന്തം മകൻ ഒരു സ്വപ്നം കണ്ടത്, ചെറിയൊരു സ്വപ്നം, എത്രയോ മക്കൾ സ്വപ്നം കാണാറുണ്ട്. പക്ഷെ ആ സ്വപ്നം കണ്ടത് പ്രവാചകനായ ഒരു പിതാവ് ജീവിത തിരക്കുകൾക്കിടയിൽ, കൃത്യാന്തര ബാഹുല്യങ്ങൾക്കിടയിൽ ആ മകന്റെ സ്വപ്നങ്ങൾ കേൾക്കാൻ പിതാവ് സമയം കൊടുക്കുകയാണ്. പിതാവിനോട് ചെന്ന് പറയാനുള്ള ലിങ്ക്, എന്റെ ഉപ്പയോട് അത് പറയാം, എന്റെ ഉപ്പ അത് കേൾക്കും എന്ന് മകനും. അങ്ങനെ അത്രയും തമ്മിൽ അറ്റാച്ച്മെന്റ്. ഇപ്പൊ തിരക്കുകൾക്കിടയിൽ എന്താ ഉള്ളത്? മകന് വേണ്ടുന്ന രൂപത്തിലുള്ള പണം കൊടുക്കുക, അവനെ മോശമല്ലാത്ത കലാലയത്തിൽ ചേർത്തി കൊടുക്കുക, അവന്റെ ആവശ്യങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കുക എന്ന് മാത്രമാണ് പിതാവിന്റെ ഡ്യൂട്ടി എന്ന് പിതാവ് മനസ്സിലാക്കിയപ്പോൾ, പിതാവ് ഓടിത്തളർന്ന് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ ജോലിയിൽ കയറി വലിയ ശീതീകരിച്ച റൂമിൽ വലിയ ശമ്പളം വാങ്ങുന്ന മകൻ ചിന്തിക്കുന്ന എന്താ? 5 സ്റ്റാർ ഹോസ്പിറ്റലിൽ വാപ്പയെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ട കാശ് കൊടുക്കണം, ഇതാണ് അവന്റെ ഡ്യൂട്ടി. അല്ലെങ്കിലോ ഒരു LKG-യിലേക്കോ ഒരു പ്രീ പ്രൈമറി ക്ലാസ്സിലേക്കോ ചേർത്താനുള്ള ബുദ്ധിമുട്ട് പോലും വയസ്സായ വാപ്പയെ വൃദ്ധാസദനത്തിൽ ചേർത്താൻ മകൻ അനുഭവിക്കേണ്ടി വരുന്നുമില്ലതാനും. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. ഞാൻ പിതാവാണ് എങ്കിൽ ഞാൻ ഒരു മകനാണ്. മകൻ എന്നുള്ള എന്റെ ഡ്യൂട്ടി നിർവഹിക്കുമ്പോഴാണ്, ആ ഡ്യൂട്ടിയിൽ എന്റെ ജീവിതം ധന്യമാകുമ്പോഴാണ് പിതാവ് എന്നുള്ള നിലക്കുള്ള പ്രവർത്തനങ്ങളിൽ നമുക്കതിന്റെ മധുരം നുകരാൻ കഴിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ, മാതാപിതാക്കളെ കഷ്ടപ്പെടുത്തുന്നത് ഒഴികെ അതിന്റെ ദുരന്തം, അതിൻ്റെതായ തിക്തഫലങ്ങൾ ദുനിയാവിൽ വെച്ച് തന്നെ അനുഭവിക്കും എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അങ്ങനെയില്ലാത്ത ശാന്തമായ ഒരു കുടുംബജീവിതം ഉണ്ടാകുമ്പോൾ അത് വല്ലാത്ത അനുഭൂതി നൽകും. അപ്പോഴാണ് ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് ആളുകൾക്ക് പറയാൻ കഴിയുക. അല്ലെങ്കിൽ എന്താ കാര്യങ്ങൾ, ഇതൊരു എങ്ങനെയോ കുടുങ്ങിപ്പോയല്ലോ. ജീവിതത്തിൽ ഈ ബന്ധങ്ങൾ മധുരത്തിന്റെ ബന്ധനങ്ങളല്ല, കയ്പിന്റെയും പ്രയാസത്തിന്റെയും ബന്ധനങ്ങളായി മാറുകയാണ്. അങ്ങനെ മാറുമ്പോൾ തമാശയായി പറയാറുണ്ട്,
ഒരു ബാങ്ക് കവർച്ച നടത്തിയ ആളുകൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇടപാടുകൾ നടത്താൻ വേണ്ടി വന്ന ഒരാളോട് ചോദിച്ചു പോലും, ഞങ്ങൾ ഈ ബാങ്ക് കവർച്ച നടത്തി നിങ്ങൾ കണ്ടോ? അപ്പൊ ഒരുത്തൻ പറഞ്ഞു, ഞാൻ കണ്ടു. നിങ്ങളല്ലേ ഈ കവർ ചെയ്തു പോകുന്നത്? അയാളെ വെടിവെച്ച് വീഴ്ത്തി ഈ കൊള്ളക്കാര്. ഇടപാടുകൾ നടത്താൻ വന്ന 2 ദമ്പതിമാരുണ്ടായിരുന്നു ബാങ്കിൽ. അവിടെ എന്തോ സാമ്പത്തിക ഇടപാടുകൾക്ക് വേണ്ടി ബാങ്കിൽ വന്നതാ. അവരോട് അടുത്ത ചോദ്യം കൊള്ളക്കാരുടെ, നിങ്ങൾ കണ്ടോ ഞങ്ങൾ ഈ ബാങ്ക് കവർച്ച നടത്തുന്നത്? ഉടനെ ഭർത്താവ് പറഞ്ഞു പോലും, ഞാൻ കണ്ടിട്ടില്ല, ഇവള് കണ്ടുകണ്. ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇവള് കണ്ടുകണ്. കാരണം എന്താ അറിയോ? എങ്ങനെയെങ്കിലും ഈ ഭാരം ഒഴിവായി കിട്ടിയാൽ, ഈ ഭാരത്തെ വെടിവെച്ച് കിട്ടിയാൽ ഈ ദുസ്സഹമായ ജീവിതത്തിൽ നിന്ന് മോചനം നേടാമായിരുന്നു എന്ന് വിചാരിക്കുന്ന അവസ്ഥയിൽ ജീവിതം ഹൃദ്യമാവില്ല. മറിച്ച് ജീവിതത്തിന്റെ അനുഭൂതികൾ പ്രദാനം ചെയ്യുമ്പോൾ ഓരോ ദിവസങ്ങളിലും 60, 70, 80 വയസ്സ് ദാമ്പത്യ ജീവിതം നയിക്കുമ്പോഴും മധുരകരമായ ദാമ്പത്യം എങ്ങനെ ആസ്വദിക്കാം എന്നുള്ളത് ചർച്ച ചെയ്യുന്ന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹുവിനെ കുറിച്ച് എന്താണ് ആലോചിക്കൂ. മിംബാദി ഖദീജ യാ ഖൗല, ഖദീജ റളിയല്ലാഹുവിന് ശേഷം നീ എന്നെ ഒരു വിവാഹത്തിന് വീണ്ടും പ്രേരിപ്പിക്കുകയും ചോദിച്ച ചോദ്യം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട്. മാത്രമല്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബിയുടെ 2 മക്കളെ കല്യാണം ചെയ്തതാ. ആ 2 മക്കളും മരിച്ചു പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്താ പറയുന്ന വാക്ക്? നബി എനിക്ക് 30 മക്കൾ ഉണ്ടായിരുന്ന ഒരു റിവായത്തിൽ അങ്ങനെയാ, 30 മക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ 30 മക്കളെയും ഞാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാന് കെട്ടിച്ചു കൊടുക്കുമായിരുന്നു എന്ന്. വേറെ റിവായത്തിൽ 3 മക്കൾ എന്ന് പറയുന്നുണ്ട്. 3 മക്കൾ ഉണ്ടായ 3 മക്കളെയും കെട്ടിച്ചു കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ചുരുക്കം മരുമകനാവാൻ കഴിവുള്ളവനാണ് ഉസ്മാൻ. മകളെ കെട്ടിച്ചു കൊടുക്കാൻ കഴിവുള്ളവനാണ്. ആ നാട്ടിലേക്ക് തന്നെ ഇനി വേറൊന്നും വേണ്ട എന്നല്ല തീരുമാനിക്കുന്നത്. അങ്ങനെ ജീവിതത്തിൽ സമ്പൂർണമായി ദീൻ ആവാഹിച്ചെടുക്കുകയും ദീനിന്റെ പ്രഭയിലൂടെ കുടുംബവും പരിസരവും സമൂഹവും വൃത്തിയുള്ള ജീവിത പരിസരം ഉണ്ടാക്കാൻ പ്രവർത്തിക്കുകയും അതിന് പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുകയും ആ ബന്ധങ്ങൾ സ്വർഗത്തിലേക്ക് കൂടി കടന്നു ചെല്ലുന്നതാണ് എന്ന് സൂറത്തുർ റാദിൽ പടച്ച റബ്ബ് പറഞ്ഞ വചനമാണ് ഞാൻ ഓതി വച്ചിരിക്കുന്നത്. ജന്നാത്തു അദ്നിൻ, ശാശ്വതമായ സ്വർഗം. യദ്ഖുലൂനഹ, അതിൽ ആരാ പ്രവേശിക്കുന്നത്? വമൻ സ്വലഹ മിൻ ആബാഇഹിം, നല്ല കാര്യങ്ങൾ ചെയ്ത പിതാക്കളും, വഅസ്വാജിഹിം, അവരുടെ ഇണകളും, വദുർരിയാത്തിഹിം, അവരുടെ മക്കളും, വൽ മലായികത്തു, മലക്കുകൾ, യദ്ഖുലൂന മിൻ കുല്ലി ബാബ്, എല്ലാ വാതിലൂടെയും പ്രവേശിക്കുമ്പോൾ അവർക്ക് സലാം പറഞ്ഞുകൊണ്ടിരിക്കും. ആ സലാം കിട്ടുന്ന സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഹൃദ്യമായ കുടുംബജീവിതം ഇഹത്തിലും പരത്തിലും ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വാഹൃദാവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.